പണി കഴിഞ്ഞ തെറ്റിപ്പോയി പിന്നെ കുറച്ച് പയർ പൊടിച്ചിട്ടുണ്ട് അത് ഞാൻ ചോദിക്കട്ടെ ഈ എല്ലാ ദിവസവും ഗോതമ്പ് ദോശ ഗോതമ്പ് ദോശ ഗോതമ്പ് ദോശ അതൊന്നും എനിക്ക് വെറൈറ്റി ഉപ്പ് കൂട്ടിട്ടാണ് വെറൈറ്റി ഉണ്ടാക്കുക. വേറെ പരിപാടി അറിയില്ല. എനിക്ക് വേറെ കാര്യമുണ്ട്. ഞാൻ സൂത്രം കാണിച്ചുതരാം. ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. ഉപ്പ് കൂട്ടിയിട്ടില്ല. അതിന്റെ വെള്ളവും ഒരു കാര്യം ചെയ്യും. നമുക്ക് ഒരു വെറൈറ്റി ദോശ ഉണ്ടാക്കാം. ഇത് എപ്പോഴും ഒരേപോലെ ഐഡിയ ഞാൻ പറഞ്ഞു. സവാള ഇവിടെ പച്ചമുളക് ഇല്ലേ ഇല്ലേ 2 ദിവസം മുമ്പ് രസം വയ്ക്കുമ്പോ ഒരു മല്ലില്ലേ അതൊക്കെ മതി. നമുക്ക് ഒരു കോഴിമുട്ട ഇല്ലേ അടിപൊളി ദോശ ഞാൻ ഉണ്ടാക്കി തരാം. എപ്പോഴും ഇങ്ങനെ വെറുതെ എളുപ്പത്തിന് മൈദ കലക്കി മൈദ ആട്ടപ്പൊടി കലക്കിട്ട് തെറ്റിപ്പോണ്ടല്ലേ. ഇത് എന്നും തന്നെയാണ് പരിപാടി. ചോറ് തിളപ്പിക്കാല്ലേ നേരത്തെ വൈകുന്നേരത്തിനുള്ള കാലത്ത് വെച്ച ചോറത് ഇത് മതി. ഇതന്നെ ധാരാളം. ഇത്രയും വേണ്ട. അപ്പൊ ലേശം മല്ലിയില 2 പച്ചമുളക് തക്കാളി വേണ്ട കേട്ടോ. തക്കാളി പിന്നെ ഇവിടെ ഇരിക്കാനല്ലേ. ഒരു സവാള ഇപ്പൊ ശരിയാക്കാൻ ഈ പയറത്ത് പിടിച്ചോ. നമ്മളിവിടെ എപ്പോ വന്നാലും എല്ലാ ദിവസവും ഗോതമ്പ് ദോശ ഒരേപോലെ ദോശ ഗോതമ്പിന്റെ അട ഗോതമ്പിന്റെ ദോശ ഗോതമ്പിന്റെ ദോശ ഗോതമ്പിന്റെ ചപ്പാത്തി ഗോതമ്പിന്റെ പിന്നെ ഇങ്ങനെ മേടിച്ചാൽ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇന്നേ ഒരു വെറൈറ്റി ദോശ ഉണ്ടാക്കാം അല്ലേ? വെറൈറ്റി ദോശ ഉണ്ടാക്കാം. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചങ്കുകള് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നമ്മളെ ആദ്യമായിട്ട് കാണുന്ന ചങ്കുകള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത് തന്നെ. അപ്പൊ നമുക്ക് നേരെ പരിപാടിക്ക് പോവാം. അപ്പൊ നമ്മള് സവാള പച്ചമുളക് ഒക്കെ ഇട്ടൊരു ദോശ. അപ്പൊ എപ്പോഴും അതേപോലെ നോക്കട്ടെ, രുചി പറയാം. നമുക്ക് ഈ സവാള കുനുകുനാന്നരിയണം. അതേപോലെ തന്നെ പച്ചമുളകും കുനുകുനാന്നരിയണം. പകുതി സവാള മതി. മതിയാ മല്ലിയില സവാള പച്ചമുളക് ഒക്കെ ഇട്ട് നമുക്കൊരു ദോശ. പിന്നെ ഇതല്ലായിരിക്കും അല്ലേ? കണ്ടോ? അപ്പൊ അതെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. ഈ 2 പച്ചമുളക് നമുക്ക് നടുക്ക് കീറിയിട്ട് മുറിച്ച ഒന്നുകൂടി ചെറുത വലിയ പച്ചമുളക്. മല്ലിയില കുറച്ച്. പിന്നെ എരിവില്ലാത്ത മുളക്. അപ്പൊ മല്ലിയില പച്ചമുളക് സവാള ഈ വേപ്പല കൈ എടുക്കൂ. ഇത് നമുക്ക് എണ്ണയിൽ മൂപ്പിച്ചിട്ടിടാം. ആണല്ലോ. അപ്പൊ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അതൊന്നല്ല. നമ്മള് വേപ്പല മല്ലിയില പച്ചമുളക് സവാള കരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിട്ട് വഴറ്റാം നമുക്ക്. അപ്പൊ നമുക്ക് ചട്ടികളായി വെളിച്ചെണ്ണ ഒഴിക്കാം. വെറൈറ്റി ദോശ കാണാം. വെറൈറ്റി ദോശ എങ്ങനെയുണ്ട് കഴിച്ചു നോക്ക്. അതെ നന്നായി. അതായത് എന്നെ കൊണ്ടല്ലേ തീറ്റിച്ച് നോക്കണത് ആദ്യം. നല്ലതാണെന്ന് നോക്കണാണ് വന്നിട്ടില്ല. സവാള പച്ചമുളക് നമുക്ക് ദോശ ഇട്ടിട്ട് എങ്ങനെ അറിയാം. ഒരേപോലെ അങ്ങനെ ശരിയാവാ. നല്ലൊരു ആശ്രമം കളർ മാറും.
പാകത് മാത്രം മതി. ഇത് വാട്ടിയിട്ട് അതിരിക്കണം. വേണമെങ്കിൽ ഒരു ലേശം മഞ്ഞപ്പൊടി അത് ഇട്ട് വെച്ചോ. അപ്പോൾ ഒരു കളറുണ്ടോ ദോശയ്ക്ക്, ഒരു മഞ്ഞ കളറുണ്ടാവും. ഒരു തുണ്ട മഞ്ഞപ്പൊടി ഇട്ട് കളർ ഉണ്ടായിക്കോട്ടെ. കാണുമ്പോൾ ലുക്ക്, രുചിയില്ലെങ്കിലും ടേസ്റ്റ് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവട്ടെ. ഇതിൽ നമുക്ക് പൊട്ടിക്കാട്ടല്ലേ, അല്ലെങ്കിൽ ഉഴുന്നൊക്കെ ഇട്ട് പൊട്ടിക്കാട്ടാ. ഓരോരുത്തർ ഇഷ്ടത്തിനും ചെയ്യാം. ഉഴുന്നൊക്കെ നമുക്ക് ഉഴുന്ന് വേണ്ട. ചില ദോശ കടിക്കുമ്പോഴേ ഒരു സുഖം ഉണ്ടാവില്ല. ഒരു പൊടിക്ക് ജീരകം നമുക്ക് കണ്ട, ഞങ്ങള് പല വിധത്തിലും ചെയ്ത് നോക്കുന്നുണ്ട്. നോക്കാം എന്താണെന്നറിയാലോ. ജീരകത്തിന്റെ മണം നല്ലല്ല. ജീരകം നല്ലതാ. മതി 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 മതി. അപ്പോൾ തീ ഓഫാക്കാം. സവാള റെഡി ആയിട്ടുണ്ട്, മുരിച്ചിട്ടുണ്ട്. നല്ല ലാസ്റ്റ് നമ്മൾ കൂട്ടി വെച്ചേക്കണ മാർക്ക് അവിടെ തട്ടാൻ ദോശ. പണ്ട് പിള്ളേർ പാടില്ലേ, ദോശ നല്ല ദോശ, നെയ്യിൽ ചുട്ട ദോശ, അച്ഛന് 5, അമ്മയ്ക്ക് 4, ചേട്ടന് 3, ചേച്ചിക്ക് 2, എനിക്ക് മാത്രം 1. നല്ല പിള്ളേർ കറങ്ങി നേഴ്സറിൽ പാട്ടുണ്ട്. പണ്ടൊക്കെ ഒരു പാട്ട് ഇപ്പോഴും ഉണ്ടാക്കുന്ന നേഴ്സറിൽ പിള്ളേരൊക്കെ പഠിപ്പിക്കുന്ന. അപ്പൊ നമുക്ക് ഇനി ബാക്കി മല്ലലയും കാശും പേപ്പറും കിടക്കട്ടെ. മൊത്തം കിടന്നോട്ടം തയ്ക്കണം. അതിന്റെ ഒരു കുറവ് വേണ്ട. എന്താ ഇപ്പൊ തന്നെ വേണം. ഒരു കാര്യം ചെയ്യ്, ഒരു കോഴിമുട്ട പൊട്ടിച്ച. ഇപ്പൊ നമ്മുടെ ദോശ മാവ് റെഡി ആയിട്ടുണ്ട്. വെറൈറ്റി ദോശ. എപ്പോഴും വന്നാലും ഈ ദോശ 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 വെറുതെ ഇങ്ങനെ അത് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കും. ചില നേരത്ത് നാളികേരവും പഞ്ചസാരം വെച്ച് ചുറ്റിട്ട് അതുണ്ടാക്കാറില്ലേ? അതുണ്ടാക്കാറുണ്ട്. അതാണ് ഇപ്പൊ അത് ടോവിനൊക്കെ ഇഷ്ടത്. ഇത് നമ്മൾ മാറ്റി വയ്ക്ക്. ഇത് പൊട്ടിച്ചൊഴിക്കാനല്ല പണിയുണ്ട്. നീ ദോശ താ വെച്ചോളൂ. ഇത് ശരിക്കും ബ്രഷ് വേണം. ഇപ്പൊ നമ്മള് കാശി മുടക്കി ബ്രഷ് ഒന്നും മേടിക്കുന്നില്ല, ഇത് മതി. ഇപ്പൊ ദോശ താ വെച്ചോളൂ. ദോശ പറ്റില്ലേ? ഞാൻ പറ്റണോ? നമുക്ക് ദോശ ഉണ്ടാക്കാം. നമുക്ക് മറ്റേ പച്ചമുളകിന്റെ ഇതിന്റെ ഒക്കെ ഒരു ലേശം ഒരു മുട്ട വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. ബ്രഷിന് സുഖാട്ടാ. അതന്നെ. നിങ്ങളെ ബ്രഷൊന്നും വേണ്ടല്ലോ. പിന്നെ കോമഡി ഒരു 4 ഇഞ്ചിന്റെ അടുത്തല്ലോ. കോമഡി കോമഡി കോമഡി. ഭയങ്കര തമാശ കഴിയണല്ലേ. പിന്നെ അടിപൊളി. നമുക്ക് നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക, എണ്ണുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇഷ്ടമുള്ള സാധനം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മൊഴിച്ചെടുക്കാണ്ട്. അടിപൊളി. അപ്പൊ ഇനി 4 മണിക്ക് ഇത് ഉണ്ടാക്കി വെക്കാം. ഓ, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. എന്തെങ്കിലും കണ്ടാ പിന്നെ അത് ഇനി മതി എന്ന് പറയണം നിങ്ങള്, എന്നാലേ ഞാൻ നിർത്തുള്ളൂ. നമ്മുടെ ദോശ റെഡി. ദോശ ഇങ്ങനെ പറ്റാം. ഒന്നിന്റെ അത്ര എക്സ്പീരിയൻസ് എനിക്ക് ദോശ പറ്റാനില്ല. അങ്ങനെ പറയല്ലേ. നിങ്ങളുള്ള ദോശ ചേർത്താ അല്ല, മതി 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 മതി. അധികം ഭംഗി വെച്ചാൽ ബ്രഷ വേണ്ടതെന്നാ. ബ്രഷ വേണ്ട. പക്ഷെ നമുക്ക് ബ്രഷ് ഇങ്ങനെ ചെയ്താൽ മതി. ഇതിന് മൂട്ട് കുറച്ച് മുട്ടയുടെ ഇത് എടുക്കുക, പിന്നെ പരത്തി കൊടുക്കുക.
എങ്ങനെയുണ്ട് കഴിയാ എന്നിട്ട് ലേശം എണ്ണ ഇങ്ങനെ ബ്രഷിലെങ്കിലും ആൾക്കാർക്ക് ദോശ ഉണ്ടേ ബ്രഷൊക്കെ എന്നുണ്ടായ അതന്നെ ഓരോ മോഡല് എങ്ങനെയുണ്ട് ഇത്രയുള്ള കേസ് സിമ്പിൾ. ഇത് നമുക്ക് ബ്രഷില്ലെങ്കിലും മുട്ട നമുക്കിങ്ങനെ പരത്തി കൊടുക്കാം. കോഴിമുട്ട പൊട്ടിച്ച് ഇങ്ങനെ റെഡി ആക്കിയ ഉസാറായിക്കണം. എണ്ണ കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മുരിച്ചങ്ങ് എടുക്കുക. ഇതാണ് ദോശ. മോൻ അപ്പൊ നമുക്ക് വെറൈറ്റി ദിവസം മസാല ദോശ. മസാല ദോശ എന്നല്ല മസാല കഴിഞ്ഞിട്ടുള്ള ഇത്. പക്ഷെ മസാലയുടെ ടേസ്റ്റ് എല്ലാം കൂടിയിട്ടുള്ള ഇപ്പൊ ജീരക പച്ചമുളക് മസാലയായി. അടിപൊളി. എന്റെ അമ്മോ ഈ ദോശ വർത്തം പഠിച്ച സ്ഥിരം ദോശ ഉണ്ടാക്കി പഠിച്ചിട്ട ഓഹോ നന്നായിട്ട് മൊരിഞ്ഞോട്ടെ. നമ്മള് സവാള പച്ചമുളക് ഒന്നും വാട്ടാനിട്ടല്ലേ ശരിക്കും സവാള ഒന്നും വേവില്ല. ഉഷാറായിക്കണേ. ചൂടാട്ടാ. അപ്പൊ നമ്മുടെ ദോശ നമ്മളിപ്പോ എപ്പോഴും ആട്ടമാവ് വെറുതെ കലക്കിട്ട് ദോശ ഇടാതെ പറയും. ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നല്ല രുചിണ്ട്. കഴിച്ചു നോക്ക്. എങ്ങനെ നോക്ക്. എന്റെ വെറുതെ അടിക്കരുത് കേട്ടോ. ഓ എന്തായാലും ടേസ്റ്റ് ഇല്ലേ. ജീരകം മല്ലിയലയും പിന്നെ കോഴിമുട്ട ഒരു ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതുപോലെ ഉണ്ടാക്കാത്ത ഉണ്ടാക്കി നോക്കും. നല്ല അടിപൊളി ടേസ്റ്റ് ഞാൻ ഗ്യാരണ്ടി. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാം. ആദ്യമായിട്ട് കാണാത്ത അംഗങ്ങള് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂട്ടാക്കാം, സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ. അപ്പൊ ഒന്ന് കഴിക്കണം കേട്ടാ.